ഹായ് ടു ഓൾ, നമസ്കാരം. എനിക്ക് പ്രായമായി, എനിക്ക് ഇനിയൊരു മാറ്റം അസാധ്യമാണ്. ഇങ്ങനെ പറയുന്നവരും കേട്ടിട്ടില്ല നിങ്ങൾ? ഇത് ശരിയാണോ? ഇത് ശരിയല്ല. നിങ്ങളുടെ ബ്രെയിന് ഒരിക്കലും പ്രായമാകുന്നില്ല. നിങ്ങളുടെ ബോഡി പ്രായമാവുണ്ടാവും, പക്ഷെ ബ്രെയിൻ ഒരിക്കലും പ്രായമാകുന്നില്ല. നിങ്ങൾ 20, 30, 40, 50, 100 എത്ര ഏജ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഏജും ആകുന്നില്ല ബ്രെയിന്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഏജ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഹാബിറ്റും മാറ്റാൻ പറ്റും. അപ്പം എങ്ങനെയാണ്? നമ്മുടെ ബ്രെയിനിൽ ഒരു ഭാഗമുണ്ട്, അതിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അപ്പം ഈ പാത്ത്, ഇതൊരു പാത്താണ്. ഞാൻ പറഞ്ഞ ഉദാഹരണം പറയുമ്പോൾ, ഒരു വയല്, ഈ വയലിലൂടെ നമ്മൾ എന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഭാഗത്തേക്ക് ഒരു വഴി വരും. ഇതുപോലെയാണ് ഈ സംഭവം. അപ്പൊ ഇപ്പൊ നിങ്ങളൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ പുതിയ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഏതാണ്? ഒരു ജിമ്മിലേക്ക് പോകുന്നു. ജിമ്മിലേക്ക് പോകുമ്പോൾ ആ പുതിയ പാത്ത് ക്രിയേറ്റ് ആവും. അങ്ങനെ പഴയ പാത്ത് അടയുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ പുതിയ പാത്ത്, ജിം എന്ന് പറഞ്ഞ പാത്ത് ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങൾ പുതിയ ഹാബിറ്റായി മാറി. ജിം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് ലൈഫ് മാറുകയും ചെയ്യും. അതുകൊണ്ട് മാറ്റം നിങ്ങൾക്ക് പറ്റും, സാധ്യമാണ്. ഒരിക്കലും മാറാൻ പറ്റില്ല പറഞ്ഞിരിക്കരുത്. നിങ്ങൾ മാറുമ്പോൾ, നിങ്ങളുടെ ആ ബ്രെയിനും നിങ്ങളുടെ ഹാബിറ്റ് മാറുമ്പോൾ ലൈഫ് മാറും. അറിയാലോ, ബ്രെയിനിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളതായി തീരും. അതിനാൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ മാറാൻ പറ്റും. എത്ര ഏജ് ആയിക്കോട്ടെ, നിങ്ങൾ മാറാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.